സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കിടിലൻ ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ഏട്ടനായിട്ട് കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, ഉള്ളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിച്ചെപ്പ്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യം തന്നെ ബീഫിൻ്റെ മസാല തയ്യാറാക്കാൻ ഒരു ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മതിയേ. പിന്നെ ഇതാ ഇപ്പം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതാ നിങ്ങൾ കണ്ടില്ലേ. ഇനി നമുക്ക് അതിൽ എരിഞ്ഞ് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. പൊട്ടുന്നുണ്ടല്ലോ. പിന്നെ ഉള്ളിയും തക്കാളിയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. എല്ലായിടത്തും പറ്റി പിടിക്കണ അരി എല്ലായിടത്തും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. എന്നിട്ട് നടുവിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കരിവേപ്പിലയും മല്ലിച്ചെപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പുതിനയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. പിന്നെ കുറച്ചു മാത്രം പഞ്ചസാര ലൈനി ഒഴിച്ചു കൊടുക്കാം. രണ്ടാമതായി ബീഫ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ കൈയിനോട് മിക്സ് ചെയ്യണം. എന്നിട്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം, മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം, പുതിനയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെള്ളവും ഒഴിച്ചു കൊടുക്കാം. വീണ്ടും വെള്ളം, വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. എന്നിട്ട് കുക്കർ മൂടി വെക്കാം. പിന്നെ ഗ്യാസ് അടുപ്പിൽ വെച്ച് വേവിക്കാം. ഇനി നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയിലേക്ക്
നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. എന്നിട്ട് പുതിനയും മല്ലിച്ചെപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ബീഫ് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ചറപറ ഇളക്കി കൊടുക്കാം. ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് കറി ഇവിടെ തയ്യാറായി ഇരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു.